ആത്മവിശ്വാസമാണ് മാൽപ്പയുടെ കൈമുതൽ. അത് എടുത്തുചാട്ടം കൊണ്ടല്ല, വർഷങ്ങളായി ആഴങ്ങളിൽ മുങ്ങിത്തപ്പി വീണ്ടെടുക്കൽ ദൗത്യങ്ങളിൽ മുഴുകിയതിന്റെ അനുഭവ പരിചയം കൊണ്ടാണ്. കർണാടകയിലെ ഷിരൂരിൽ കുന്നിടിഞ്ഞു കാണാതായ കോഴിക്കോട് സ്വദേശിയായ ലോറി ഡ്രൈവർ അർജുനെ തേടി ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത് പ്രാദേശിക മുങ്ങൽ വിദഗ്ധരായ ഈശ്വർ മാൽപ്പെ സംഘമാണ്. കുത്തൊഴുക്കുള്ള പുഴയിലിറങ്ങി തിരച്ചിൽ നടത്തി നിരവധി പേരെ രക്ഷപ്പെടുത്തിയ സംഘമാണിത്. നിരവധി മൃതദേഹങ്ങൾ പുഴയിൽ നിന്നും എടുത്തിട്ടുണ്ട്. ഉടുപ്പി ജില്ലയിലാണ് മാൽപ്പെ. 100 അടി വരെ താഴ്ചയിൽ ഡൈവ് ചെയ്യാനാകുമെന്നും കർണാടകയിൽ തന്നെ ഇതുവരെ 1000-ഓളം പേരെ ഇങ്ങനെ കണ്ടെടുത്തിട്ടുണ്ടെന്നും സംഘത്തിന് നേതൃത്വം നൽകുന്ന ഈശ്വർ മാൽപ്പെ പറഞ്ഞു. വാഹനമുണ്ടെന്ന് സംശയിക്കുന്ന പോയിന്റിലെത്തിയാൽ 3 ഹാങ്ങറിട്ട ശേഷം കയറിൽ പിടിച്ചാണ് താഴേക്ക് പോയി പരിശോധിക്കുക. കടലിനോടും പുഴയോടും ഇണങ്ങിയ ജീവിതമാണ് ഇവരുടേത്. അറബിക്കടലും നിരവധി നദികളും തോടുകളും നിറഞ്ഞ ഉടുപ്പിയുടെ മടിത്തട്ടിൽ കളിച്ചു വളർന്നതിന്റെ പരിചയവും അതിനൊത്ത തന്റേടവുമാണ് ഈശ്വർ മാൽപ്പയെ വേറിട്ടു നിർത്തുന്നത്. ഞങ്ങൾ സാമൂഹിക പ്രവർത്തകരല്ല, മറിച്ച് ലോകം ഒന്നാണെന്ന് ഹൃദയവുമായി ജീവിക്കുന്നവരാണ്. ഈശ്വർ മാൽപ്പയുടെ ഇൻസ്റ്റാഗ്രാം ബയോയിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകളാണിത്. ഉടുപ്പിക്കാരനായ ഈ മത്സ്യത്തൊഴിലാളി 2 പതിറ്റാണ്ടിനിടെ വെള്ളത്തിൽ മുങ്ങിപ്പോയ 20ഓളം പേരുടെ ജീവൻ രക്ഷിച്ചു. 200ഓളം പേരുടെ മൃതദേഹങ്ങൾ മുങ്ങിയെടുത്തു. മത്സ്യബന്ധന ബോട്ടുകൾക്ക് കുടിവെള്ള വിതരണക്കാരനാണ് 45കാരനായ ഈശ്വർ മാൽപ്പെ. ഏതെങ്കിലും കോഴ്സിന് ചേർന്നിട്ടല്ല ആഴത്തിൽ പോയി തപ്പിയെടുക്കാനും മൃതദേഹങ്ങൾ വീണ്ടെടുക്കാനും പഠിച്ചത്. മാൽപ്പെ മീച്ചിൽ അമ്മ, ഭാര്യ, 3 കുട്ടികൾ എന്നിവർക്കൊപ്പമാണ് താമസം. രാത്രി പകൽ ഭേദമന്യേ വരുന്ന ഏതൊരു കോളും എടുക്കും. കോൾ വന്നാലുടൻ പുറപ്പെടുകയായി. മറ്റുള്ളവരെ സഹായിക്കാനുള്ള തന്റെ താല്പര്യത്തെ ഭാര്യ എപ്പോഴും പിന്തുണയ്ക്കുകയും ആദരിക്കുകയും ചെയ്യാറുണ്ടെന്ന് അദ്ദേഹം നേരത്തെ ഇന്ത്യൻ എക്സ്പ്രസിന് മുമ്പ് അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. മികച്ച ശാരീരിക ക്ഷമതയുള്ള ഈശ്വറിന് വെള്ളത്തിനടിയിൽ 3 മിനിറ്റ് വരെ ശ്വാസം പിടിച്ചു നിൽക്കാൻ കഴിയും. അടുത്ത കാലം വരെ ഓക്സിജൻ കിറ്റ് പോലും ഇല്ലാതെയാണ് മൃതദേഹങ്ങൾ വീണ്ടെടുത്തിരുന്നത്. പുഴകളിലെ ചുഴികളിൽ നിന്നും ആത്മഹത്യയുടെ വക്കിൽ നിന്നുമൊക്കെ പലരെയും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. നല്ല മഴ കിട്ടുന്ന ഉടുപ്പിയിൽ വർഷത്തിൽ പലവട്ടം നദികളിൽ വെള്ളം പൊങ്ങും. അപ്പോഴൊക്കെ ഈശ്വറിന് വിളിയും വരും. ലൈഫ് ഗാർഡുകളുടെ ക്ഷാമം കാരണം പലപ്പോഴും പോലീസും ജലാശയങ്ങളിൽ കാണാതായ ആളുകളെ തപ്പിയെടുക്കാൻ ഈശ്വറിനെയാണ് വിളിക്കുക. മറ്റുള്ളവരെ സഹായിക്കുന്നത് തന്റെ കടമയായാണ് ഈശ്വർ കാണുന്നത്. സമൂഹത്തിന് അദ്ദേഹം നൽകുന്ന സേവനം അഭിനന്ദിച്ചേ മതിയാകൂ. മാൽപ്പെ പോലീസ് ഇൻസ്പെക്ടർ ശക്തിവേലു ഒരിക്കൽ പറഞ്ഞു. ജീവൻ പണയം വെച്ചിട്ടുള്ള ദൗത്യങ്ങൾക്കും ഈശ്വർ മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. ലോക്ക്ഡൌൺ കാലത്തെ ഒരു സംഭവം ഇൻസ്പെക്ടർ ഓർക്കുന്നു. ഉടുപ്പിയിലെ ഒരു ഹോട്ടൽ ഉടമ ബിസിനസ്സിൽ കനത്ത നഷ്ടം നേരിട്ടതോടെ മണിപ്പുര ഉദ്യാവരയ്ക്കടുത്തുള്ള നദിയിലേക്ക് എടുത്തുചാടി. പുലർച്ചെ 3 മണിക്കാണ് ഈശ്വറിന് കോൾ കിട്ടുന്നത്. മിനിറ്റുകൾക്കകം ഈശ്വർ സ്ഥലത്തെത്തുമ്പോൾ അവിടെ കൂറ്റാക്കൂറ്റിരുട്ടായിരുന്നു. തന്റെ ഇന്ദ്രിയങ്ങളെ ജാഗരൂകമാക്കി ഒരു കല്ലിനടിയിൽ കുടുങ്ങിക്കിടന്ന ഹോട്ടൽ ഉടമയെ വലിച്ചെടുത്ത് കരയ്ക്കെത്തിച്ചു. 10 വർഷം മുമ്പ് മറ്റൊരു സംഭവമുണ്ടായി. SSLCക്ക് പലവട്ടം തോറ്റ ഒരു പെൺകുട്ടി ജീവനൊടുക്കാൻ കടലിൽ ചാടിയപ്പോൾ രക്ഷകനായതും മറ്റാരുമല്ല, ആഴക്കടൽ ട്രോളറുകൾ തിരിച്ച് കരയ്ക്ക് പെൺകുട്ടിയെ എത്തിച്ച ഈശ്വറിനെയും നാട്ടുകാർ ഓർക്കുന്നു. നേരത്തെ ഒരു മത്സ്യബന്ധന ബോട്ടിന്റെ തലവനായിരുന്ന ഈശ്വർ ട്രോളറുകളെ അഴിമുഖത്ത് വെച്ച് കണ്ടെടുക്കുകയും സുഹൃത്തിന്റെ സഹായത്തോടെ കടലിൽ മുങ്ങിത്താഴാതെ കരയിൽ എത്തിക്കുകയുമായിരുന്നു. ഗംഗോലി, കാർവാർ, തടാടി എന്നീ ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ഈശ്വറിന് വിളികളെത്തുന്നു. മാൽപ്പെ യാന്ത്രിക സൊസൈറ്റി സംഭാവന ചെയ്ത 2 ഓക്സിജൻ സിലിണ്ടറുകളാണ് ദൗത്യങ്ങൾക്ക് ഉപയോഗിച്ചു വരുന്നത്. വീട്ടിൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിലും പണത്തിന് വേണ്ടിയല്ല രക്ഷാദൗത്യം. ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവരാണ് ഈശ്വറിന്റെ 3 മക്കൾ. മെച്ചപ്പെട്ട നിലയിലുള്ള തന്റെ 4 വയസ്സുകാരി മകൾ ഒന്ന് നടന്നു കാണാൻ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നാണ് ഈശ്വർ മാൽപ്പെ പറയുക. തന്റെ സേവനത്തിൽ മികവ് കാട്ടാൻ ഏതാനും വർഷം മുമ്പ് സ്കൂബ ഡൈവിംഗിലും അദ്ദേഹം പരിശീലനം തേടിയിരുന്നു.